പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ബാങ്കിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേനും അത് ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ? കാരണം ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ലോണുകൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ലോണുകൾ മൂലമുള്ള പലിശയാണ്. അത് പരിശോധിക്കുമ്പോഴേക്കും ലോണുകളുടെ പലിശ കുറയുക എന്നാൽ ബാങ്കുകളുടെ വരുമാനം കുറയുക എന്നത് തന്നെയാണ്. ഒരു ഓൾറെഡി ഇന്ത്യയിലെ ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒരു അല്പം പ്രഷറൈസ്ഡ് ആണ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു റേറ്റ് കട്ട് കുറയ്ക്കുന്നത് ഒരു ലോങ് ടേം ബേസിസിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുക? അതായത് ഇതൊരു ഷോർട്ട് ടൈം കാര്യമായിട്ട് മാത്രം കാണേണ്ടതില്ല അനില. അതായത് ശരിയാണ്, നമ്മൾ ബാങ്കുകളുടെ റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് വായ്പകളുടെ പലിശ റേറ്റ് കുറയും, അതുപോലെ ബാങ്കുകൾക്ക് കിട്ടുന്ന പലിശ വരുമാനം കുറയും, അങ്ങനെ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ ഇതിനെ മറുചോദ്യം ചോദിക്കുകയാണ്. ഈ 250 ബേസിസ് പോയിന്റ് കോവിഡിന് ശേഷം 2024 ഫെബ്രുവരി മാസം വരെയുള്ള സമയത്ത് 250 ബേസിസ് പോയിന്റ് കൂട്ടിയ സമയത്ത് ഇതിന്റെ അഡീഷണൽ ഇൻകം ബാങ്കുകൾക്ക് കിട്ടിയതല്ലേ? ആ സമയത്തെല്ലാം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം നിമ്മ് വളരെ ഉയർന്ന നിലയിൽ കാണിച്ചതല്ലേ? അപ്പം ഈ കൊടുത്തിരിക്കുന്ന വായ്പകളിലും ഇനി കൊടുക്കാൻ പോകുന്ന വായ്പകളിലും കൂടുതലായിട്ടുള്ള ഇൻകം ബാങ്കുകൾക്ക് കിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ചും അതിന് ആനുപാതികമായിട്ട് ഡെപ്പോസിറ്റിന്റെ റേറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകളുടെ എല്ലാം തന്നെ നിം 250 ബേസിസ് പോയിന്റ് കൂട്ടിയ സമയത്തും അതിന് തുടർച്ചയായിട്ട് 5-6 മാസങ്ങളിലേക്കും കഴിഞ്ഞ 2 ക്വാർട്ടർ ആയിട്ടുള്ളൂ ബാങ്കുകളുടെ നിം അല്പം താഴേക്ക് നിൽക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരുന്ന സമയത്ത് പോലും 2024 ഡിസംബർ വരെ എങ്കിലും ബാങ്കുകളുടെ നിം ഉയർന്നു നിൽക്കാൻ കാരണം നേരത്തെ കിട്ടിയിരിക്കുന്ന 250 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റിലെ വർധനവാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം ഫിനോമിനയാണ്. ബാങ്കുകളുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫണ്ട് എത്രയാണ്, അതുപോലെ തന്നെ ഈ ലോണിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഈൽഡ് എത്രയാണ്, അല്ലെങ്കിൽ ഈൽഡ് ഓൺ അഡ്വാൻസ് എത്രയാണ്, ഇത് രണ്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ബാങ്കുകളുടെ ഒരു പ്രൈസിംഗ് മെട്രിക്സ്. അപ്പോൾ ഈ ലോണിന്റെ റേറ്റ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബാങ്കുകൾ ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന റേറ്റും താഴേക്ക് കൊണ്ടുവരും. ഇപ്പൊ നിലവിൽ കോൺട്രാക്റ്റിലുള്ള ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും, ഓൾറെഡി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാം, അതുപോലെ കാലാവധി ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും. അത് 7% ഒരു കോൺട്രാക്ട് ഉള്ളതെങ്കിൽ ആ കോൺട്രാക്ടിന്റെ കാലാവധി കഴിയുന്നത് വരെ ആ റേറ്റ് ബാങ്കുകൾ കൊടുത്തേ സാധിക്കുള്ളൂ. പുതിയ ഡെപ്പോസിറ്റ് എടുക്കുന്ന സമയത്ത് കുറഞ്ഞ പലിശയ്ക്കായിരിക്കും ബാങ്കുകൾ എടുക്കുന്നത്. പഴയ ഡെപ്പോസിറ്റുകൾ കാലാവധി കഴിയുമ്പോൾ പുതുക്കിയിടുന്നത് പുതിയ കുറഞ്ഞ റേറ്റിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് പീരീഡ്, അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ട്രാൻസ്മിഷൻ ഡെപ്പോസിറ്റിന്റെ ഭാഗത്ത് വരുന്നത്, പുതിയ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുമ്പോൾ ഉടനെ കുറഞ്ഞ റേറ്റിലായിരിക്കും സ്വീകരിക്കുക. പഴയ ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് അത് പുതുക്കിവിടുന്ന സമയത്തായിരിക്കും പുതിയ റേറ്റ് വരുന്നത്. അപ്പൊ അതിനൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. സാധാരണ രീതിയിൽ 1 വർഷമൊക്കെയാണ് ബാങ്കുകളുടെ അധികം ഡെപ്പോസിറ്റുകൾ നിൽക്കുന്നത്, 1 വർഷത്തെ കാലാവധിയിലാണ്. അപ്പൊ ഒരു ശരാശരി ഒരു 6 മാസം കൂടെ ഈ 1 വർഷത്തെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു 6 മാസത്തെ കാലാവധിയിൽ വരുന്ന പുതുക്കൽ എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ, ആ ഒരു പ്രോസസ് കഴിയുന്നത് വരെ ഡെപ്പോസിറ്റുകൾക്ക് അധിക പലിശ കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ട് റേറ്റ് ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ റേറ്റ് കുറയും. പുതിയ ഡെപ്പോസിറ്റുകൾക്ക് തീർച്ചയായിട്ടും കുറഞ്ഞ റേറ്റ് ആയിരിക്കും ബാങ്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫണ്ടിന്റെയും ഈൽഡ് ഓൺ അഡ്വാൻസിന്റെയും ഒരു ഫംഗ്ഷനാണ്. അത് ആവശ്യമായിട്ടുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധിക്കണം. അത് ബാങ്കുകളുടെ ഒരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റിന്റെയും പ്രൈസിംഗിന്റെയും ഫംഗ്ഷനാണ്. അത് ബാങ്കുകളാണെങ്കിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ അനിൽ ചോദിച്ചത് ശരിയാണ്, ഈ വരുന്ന ക്വാർട്ടറിൽ ആ ഒരു ട്രാൻസ്മിഷൻ 2 രീതിയിലും പൂർണ്ണമായിട്ട് നടക്കുമോ? അതനുസരിച്ച് നിമ്മിൽ കൂടുതലായിട്ടൊരു ചലഞ്ച് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു ക്വാർട്ടറിലൊക്കെ നിമ്മിൽ ചെറിയൊരു ചലഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ലോങ് ടൈമിൽ അതെല്ലാം ഓഫ്സെറ്റ് ആയി പോയിക്കൊള്ളും.